ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ഈ ഒരു ജൂപ്പിറ്റർ 110cc ലോഞ്ച് ചെയ്ത കാര്യം. അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു വണ്ടിയുടെ റിവ്യൂ ആണ് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീം കേച്ചർ DC യുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എന്നത്തെ പോലെ ഇതിന്റെ മുൻഭാഗത്താണ് തുടങ്ങുന്നത്. രൂപഭംഗി നോക്കുവാണെങ്കിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വണ്ടീന്റെ മിഡിൽ ഓപ്ഷൻ ആണ് ഇത്. ഇതിന്റെ മേളിൽ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. പിന്നെ ഇതിന് കുറെ പ്രത്യേകതകളുണ്ട്. ഇതിന്റെ ഇഗ്നീഷൻ വരുന്നത് ECU കണക്റ്റഡ് ആയിട്ടുള്ള ഇഗ്നീഷൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ എമർജൻസി ബ്രേക്ക് വാർണിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. അതിന് മുന്നേ നമുക്ക് ഇതിന്റെ സാധാരണ തുടങ്ങുന്ന പോലെ മുൻഭാഗത്ത് തുടങ്ങാം. മുൻഭാഗത്ത് നമ്മൾ സാധാരണ ഹെഡ് ലാമ്പിലാണ് തുടങ്ങാറ്. ഹെഡ് ലാമ്പ് തുടങ്ങുവാണെങ്കിൽ ഫുള്ളി LED ആയിട്ട് ഒരു ഹെഡ് ലാമ്പ് വന്നിട്ടുണ്ട്. ഇതിന്റെ ഇവിടെയൊക്കെ നല്ലൊരു അടിപൊളി ഡിസൈനിങ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് ഇവിടെ ഒരു TVSന്റെ ബാഡ്ജിങ്ങും അതുപോലെ തന്നെ ഇതിന്റെ അടിയിൽ TVSന്റെ ഒരു എംബ്ലവും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ മുകൾ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഒരു വൈസറിന്റെ പോലെ ഒരു പിയാനോ ബ്ലാക്കിൽ ഒരു വൈസറിന്റെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്മാർട്ട് എക്സ് കണക്ടിവിറ്റിന്റെ ഒരു ബാഡ്ജിങ്ങും കാണാൻ പറ്റും. പിന്നെ ഓവറോൾ ഈ ഒരു വശത്തെ ഡിസൈനിങ് ഒക്കെ നല്ല ഡീസെന്റ് ആയിട്ടുള്ള ഡിസൈനാണ്. ഇവിടെ ക്യാരക്ടർ ലൈൻസ് ഒക്കെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. മിററും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മിററാണ് വന്നിട്ടുള്ളത്. രണ്ട് ഭാഗത്തും മിറർ വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള മിറേഴ്സും വന്നിട്ടുണ്ട്. പിന്നെ ഇതിലൊക്കെ ഹാൻഡിലൊക്കെ നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നേരെ താഴേക്ക് പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഇവിടെയൊക്കെ ക്യാരക്ടർ ലൈൻസ് നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഡിസൈനിങ്ങും വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ TVSന്റെ ഒരു ബാഡ്ജിങ് സിൽവറിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു എയർ ഡാമ്പും അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റിന്റെ പൊസിഷൻ ഇവിടെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നേരെ താഴേക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു ജൂപ്പിറ്ററിന് തന്നെ ഐഡന്റിറ്റി ആയിട്ടുള്ള DR, വലിയൊരു DR നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ DR തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു LED ടൈപ്പിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഓണായി കാണിച്ചു തരാം. ഈ രീതിയിൽ കട്ടിങ് അല്ല, ഇന്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ നേരെ തൊട്ട് താഴേക്ക് നോക്കുവാണെങ്കിൽ എവിടെയൊക്കെ പിയാനോ ബ്ലാക്കിന്റെ ഫിനിഷിങ് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് നോക്കുമ്പോഴുള്ള കാര്യങ്ങൾ. ഇനി നേരെ താഴേക്ക് പോവുകയാണെങ്കിൽ മെറ്റൽ ആയിട്ടുള്ള ഒരു മഡ് ഗാർഡ് വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റൽ വൈഡ് ആയിട്ടുള്ള ഒരു മഡ് ഗാർഡ് ആണ്. പിന്നെ ടയേഴ്സ് നോക്കുവാണെങ്കിൽ അലോയ് വീൽസ് ആണ് വന്നിട്ടുള്ളത്. 12 ഇഞ്ചാണ്, 90 12 ഇഞ്ചിലുള്ള അലോയ് വീൽസ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ബ്രേക്ക്, ഇത് ഡ്രമ്മാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ടോപ്പ് എൻഡിലേക്ക് പോവുകയാണെങ്കിൽ 130 mm ഉള്ള ഡിസ്ക് ബ്രേക്ക് ആണ് ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡിലേക്ക് വരുന്നത്. ഇത് കോമ്പി ബ്രേക്ക് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ സസ്പെൻഷൻ വരുന്നത് ടെലസ്കോപ്പിക് ആയിട്ടുള്ള ഹൈഡ്രോളിക് സസ്പെൻഷൻ ആണ് മുൻഭാഗത്തേക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു റിഫ്ലക്ടേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ബ്ലാക്ക് പിയാനോ ഫിനിഷിങ്ങിന്റെ ഒക്കെ ഒരു ടച്ച് നമുക്ക് ഇവിടെ ഒക്കെ കാണാൻ പറ്റും. ഓവറോൾ നോക്കുവാണെങ്കിൽ ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു ഡിസൈനിങ് എന്ന് വേണം പറയാം. ഇനി നേരെ വശങ്ങളിലേക്ക് പോവാം. അപ്പൊ മുൻഭാഗത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് വശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇതിന്റെ ഡിസൈനിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എവിടെയൊക്കെ ഡീറ്റെയിലിംഗ് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു പോർഷൻ അതുപോലെ തന്നെ ഇവിടെയൊക്കെ നല്ല ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെഗ് സ്പേസ്, അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് വന്നിട്ടുണ്ട്. ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുള്ളത് 163 mm ഗ്രൗണ്ട് ക്ലിയറൻസും അതുപോലെ തന്നെ സാഡിൽ ഹൈറ്റ് വന്നിട്ടുള്ളത് 763 mm ആണ് സാഡിൽ ഹൈറ്റ് വന്നിരിക്കുന്നത്. കറക്റ്റ് നോക്കുവാണെങ്കിൽ എന്റെ ഹൈറ്റ് വരുന്നത് 172 സെന്റിമീറ്റർ ആണ്. ഞാൻ ഇരിക്കുമ്പോൾ ഏകദേശം ഈ രീതിയിലാണ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതിപ്പോൾ സെൻട്രൽ സ്റ്റാൻഡിലുള്ളത്. സെൻട്രൽ സ്റ്റാൻഡിൽ ഇറക്കുവാണെങ്കിൽ ഈ രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്പേസ് ഇതിന്റെ സ്പോഞ്ചൊക്കെ നല്ലതാണ്. പിന്നെ ലെഗ് സ്പേസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട്. പിന്നെ അത്യാവശ്യം വേണമെങ്കിൽ നമുക്ക് ഒരു സിലിണ്ടറൊക്കെ കയറ്റി വെക്കാനുള്ളൊരു സ്പേസും കൂടി ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത, ഇതിന്റെ ഫ്യൂവൽ ലീഡ് വരുന്നത് ഈ ഒരു പോർഷനിലാണ് ഫ്യൂവൽ ലീഡ് വരുന്നത്. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് പോർഷനിൽ വരുവാണെങ്കിൽ കീന്റെ ഓപ്ഷനും അതുപോലെ തന്നെ USB ചാർജിങ്ങിന്റെ ഓപ്ഷനും ഒരു സ്റ്റോറേജും കാണാൻ പറ്റും. നേരെ പിൻഭാഗത്ത് ഇങ്ങനെ സീറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ സിംഗിൾ സീറ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പോഞ്ച് ഒക്കെ കൊടുത്ത് നല്ല അടിപൊളി കംഫർട്ടബിൾ ആയിട്ട് സീറ്റാണ്. ഇത് തുറക്കുവാണെങ്കിൽ 33 ലിറ്ററുള്ള വലിയൊരു സ്പേസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. 2 ഹെൽമെറ്റ് നല്ല രീതിയിൽ പ്ലേസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇതാണ് ഇതിന്റെ ഡിക്കി സ്പേസ് വരുന്നത്. പിന്നെ നേരെ പിൻഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ഇത് എവിടെയൊക്കെ പ്ലെയിൻ ആയിട്ടൊരു ഡിസൈനിങ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ക്യാരക്ടർ ലൈൻ ഒക്കെ കാണാൻ പറ്റും. ജൂപ്പിറ്ററിന്റെ ബാഡ്ജിങ്ങും ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഫുഡ് റെസ്റ്റ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ സൈലൻസറിന്റെ ഡിസൈനിങ് ഒക്കെ നോർമൽ ആയിട്ട് രീതിയിലുള്ള സൈലൻസർ ഡിസൈനിങ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നേരെ പിൻഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഗ്രാബ് റെയിൽ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാബ് റെയിൽ വന്നിട്ടുണ്ട്. ഇതെവിടെയൊക്കെ ഒരു പിയാനോ ബ്ലാക്കിന്റെ ഒരു ഫിനിഷിങ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത്രയാണ് ഈ ഒരു വശത്തിലുള്ള കാര്യങ്ങളുള്ളത്. ഇനി നേരെ പിൻഭാഗത്തേക്ക് പോകാം. അപ്പൊ പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിലും ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ TVSന്റെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ടെയിൽ ലാമ്പാണ് വന്നിരിക്കുന്നത്. മുൻഭാഗത്ത് കണ്ട രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഇൻഡിക്കേറ്ററും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഇവിടെയാണ് ഇതിന്റെ നമ്പർ പ്ലേറ്റിന്റെ പൊസിഷൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ മഡ് ഗാർഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയർ സൈഡ് വരുവാണെങ്കിൽ ടയർ 90 12 തന്നെയാണ് ടയർ വന്നിട്ടുള്ളത്. ഇതും അലോയ് വീലാണ് വന്നിട്ടുള്ളത്. പിന്നെ പിൻഭാഗത്ത് സസ്പെൻഷൻ വരുവാണെങ്കിൽ ടിൻ ട്യൂബ് എമൽഷൻ ടൈപ്പ് വിത്ത് 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഷോക്ക് ഓബ്സർ ആണ് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇതിനാണ് ഇതിന്റെ ഓവറോൾ കാര്യങ്ങളുള്ളത്. ഇനി എഞ്ചിന്റെ സ്പെക്ക് പറയാം നമുക്ക്. അപ്പോൾ ഇതിന്റെ രൂപഭംഗിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിന്റെ എഞ്ചിന്റെ സ്പെക്ക് പറയുകയാണെങ്കിൽ ഇതിന്റെ എഞ്ചിൻ വന്നിരിക്കുന്നത് 113cc എഞ്ചിനാണ് വന്നിരിക്കുന്നത്. സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് ആയിട്ടുള്ള ഫ്യൂൽ ഇഞ്ചക്റ്റഡ് ആയിട്ടുള്ള എഞ്ചിനാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ കൂളിംഗ് സിസ്റ്റം വരുന്നത് എയർ കൂൾഡ് ആണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ CVT ട്രാൻസ്മിഷൻ ആണ്. നമ്മൾ ഹോണ്ട സിറ്റി കേട്ടിട്ടുണ്ടാവും. CVT ട്രാൻസ്മിഷൻ ആണ് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത്. ഇതിന്റെ ഡ്രൈവ് വരുന്നത് ബെൽറ്റ് ഡ്രൈവ് ആണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ പവർ 8.2 bhp 6500 RPM, അതുപോലെ തന്നെ ടോർക്ക് 9.8 Nm ടോർക്ക് 5000 RPM ഈ ഒരു വണ്ടിയുടെ എഞ്ചിന്റെ സ്പെക്ക്, അതായത് പവർ വേണമെങ്കിൽ പവർ പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ മീറ്റർ ക്ലസ്റ്റർ ഒന്ന് കണ്ടുപോകാം എങ്ങനെയുണ്ടെന്ന് കാര്യം. അപ്പൊ നമുക്ക് ഇതിന്റെ ഓവറോൾ ഹാൻഡിലിന്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാതെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു ബട്ടൺ വന്ന ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിന്റെ ബട്ടൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ സെൽഫ് സ്റ്റാർട്ടിന്റെ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെന്ററിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു മീറ്റർ ക്ലസ്റ്റർ വന്നിട്ടുണ്ട്. അത് ഞാൻ ഓണായി കാണിച്ചു തരാം. അതിന് മുന്നേ ബാക്കിയുള്ള ബട്ടൺസ് കൂടി ഒന്ന് പറഞ്ഞു. ഇവിടെ ഡിം ആൻഡ് ബ്രൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പാസിന്റെ ബട്ടണും ഇതിൽ തന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിന്റെ ഓപ്ഷൻസും ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഹോണിന്റെ ഓപ്ഷൻ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലാണ് ഇതിന്റെ കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതൊന്ന് ഓൺ ആക്കി നോക്കാം. മീറ്റർ ക്ലസ്റ്റർ ഓൺ ആക്കി നോക്കാം. ഓൺ ആക്കുമ്പോൾ ഈ രീതിയിലാണ് വരുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ കേട്ടോ. ഇതിൽ കണ്ട ഹലോ റൈഡർ, ഹെൽമെറ്റ് വെയർ ചെയ്യാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എക്കോ, അതായത് ഇപ്പോൾ എക്കോ മോഡിലാണുള്ളത്. പിന്നെ ഇതിന്റെ സ്പീഡോമീറ്റർ, എത്ര കിലോമീറ്റർ റേഞ്ച് ഓടും, ഫ്യൂവലിന്റെ ഗേജ്, എഞ്ചിൻ വാർണിംഗ്. പിന്നെ ഇതിൽ ഈ സൈഡിലാണ് ഇതിന്റെ ലൈറ്റ് ഇൻഡിക്കേഷൻസ് ഒക്കെ വരുന്നത്. ഈ ഒരു സൈഡിലാണ് ഇൻഡിക്കേഷൻസ് ഒക്കെ വരുന്നത്, ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട്. പിന്നെ ഇതിൽ എമർജൻസി ബ്രേക്ക് അലേർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനും അതുപോലെ തന്നെ ലോ ഫ്യൂവൽ അലേർട്ട്, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഇവർ. അപ്പോൾ ഇത്രയും കാര്യമാണ് ഇതിന്റെ മീറ്റർ ക്ലസ്റ്ററിന്റെ കാര്യങ്ങൾ. പിന്നെ ഇവിടെയൊക്കെ ഒരു നല്ലൊരു ഫിനിഷിംഗ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു പാറ്റേൺ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ താഴേക്ക് പോകുന്ന ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നേരത്തെ പറയാൻ പറ്റുന്നതാണ്. ഈ രീതിയിലാണ് ഇതിന്റെ ഹുക്ക് വന്നിട്ടുള്ളത്. ഇത്രയും കാര്യമാണ് ഉള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ജൂപ്പിറ്റർ 110 വിശേഷങ്ങളുള്ളത്. നമുക്ക് ഈ ഒരു വണ്ടി പ്രൊവൈഡ് ചെയ്തത് വയനാട് കൽപ്പറ്റയുള്ള പ്രിൻസ് TVS ആണ് ഈ ഒരു വണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ വണ്ടിയുടെ ബുക്കിംഗും അതുപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്യാം. നിങ്ങളുടെ ആവശ്യത്തിന് വിളിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.